എല്ലാവർക്കും നമസ്കാരം. പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അതിനൊരു നോൺ ചേരുന്നുണ്ട്. ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഇതിന് കൂടെ ഒരു ശകലം ചെമ്മീൻ ചേരുന്നുണ്ട്. അപ്പം ഞാൻ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ തക്കാളിയും മുരിങ്ങയ്ക്കോലും ഉണക്കച്ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒരു ചാറ് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അത് നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. അങ്ങനെ വെച്ച് ചോറ് കഴിക്കാൻ എന്നെ സംബന്ധിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിത് ചട്ടി എടുത്ത് വെച്ചു. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല. ആദ്യം ഞാൻ ചെയ്തത് തക്കാളി ഇതാ, തക്കാളി എടുത്തു. മുരിങ്ങക്കോല് ഉണ്ടാ, മുരിങ്ങക്കോല ഇട്ടു. ഏറ്റവും രസകരമായ സാധനം ഉണക്കച്ചെമ്മീൻ. ഈ ഉണക്കച്ചെമ്മീനാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ തലയും പാലും എല്ലാം കളഞ്ഞ് ഈ ഉണക്കച്ചെമ്മീൻ നമ്മൾ എല്ലാം കിള്ളി എല്ലാം എടുത്ത്, ഇതിൻ്റെ ഏറ്റവും രുചി വരുന്നത് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീനെല്ലാം ചേർന്ന് ഉണക്കച്ചെമ്മീനും ഇട്ടു. നമ്മളത് വെള്ളം ഒഴിക്കും. കാരണം തക്കാളി വേകണം. ഈ തക്കാളി ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടില്ല, കത്തിക്കാതെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഇങ്ങനെ ഇളക്കി, ഞാൻ ഉപ്പിട്ടില്ല, ലേശം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇത് നമ്മൾ വേകാൻ വയ്ക്കുന്നു. ഇതാ, ഇനിയാണിത് വേകാൻ വയ്ക്കുന്നത്. മാറ്റി ഞാൻ സ്റ്റവ് കത്തിച്ചു. സ്റ്റവ് കത്തിച്ചു. ഞാനത് മൂടി സെപ്പറേറ്റ് വെച്ചു. ഞാൻ ഇതിനൊരു പേരിടുകയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയുന്നറിയോ? ഉണക്കച്ചെമ്മീൻ കറി ഇതേ പറയുള്ളൂ. ഉണക്കച്ചെമ്മീനാണ്, പച്ചച്ചെമ്മീനല്ല, ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചേർത്തത് ഒന്നുകൂടെ പറയാം. ചട്ടി എടുത്തു, തക്കാളി ഇട്ടു, മുരിങ്ങക്കോലിട്ടു, ഉണക്കച്ചെമ്മീനിട്ടു, വെള്ളം ഒഴിച്ചു, ലേശം ഉപ്പ് ഇട്ടു, ഇളക്കി എല്ലാം വെച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. അതിനെ ഒന്ന് വേകണം. ആ ചെമ്മീനിലെ തക്കാളിയുടെ പുളിയും മുരിങ്ങക്കോലിലെ ആ പുളിയും എല്ലാം പിടിച്ച് ചേരുമ്പോൾ നമുക്ക് അവസാനം ഗ്രേവിയൊക്കെ ചേർത്ത് പറഞ്ഞു വരുമ്പോൾ നിസ്സാര കാര്യങ്ങളുള്ളല്ലേ പറഞ്ഞു വരുമ്പോൾ. പക്ഷെ ഇത് ചെയ്യുക അല്ലെങ്കിൽ ഒരു കുക്കറി ഒരു എന്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കണ്ടറിയാൻ ആലോചിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ തലേദിവസമാണ് ഞാൻ ആലോചിക്കുക നാളെ എന്തായിരിക്കും കറി വെക്കുക. ഞാൻ തന്നെയാണെങ്കിൽ ഒന്നും ആലോചിക്കാറില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓട്സ് ഉണ്ടാക്കി എന്തെങ്കിലും എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാവുന്ന കറി ഉണ്ടോ നോക്കും. തക്കാളി കൂടെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പോകും. എനിക്ക് ഗസ്റ്റും എൻ്റെ മക്കളും ഒക്കെ എന്നോട് പോകണമെങ്കിൽ ഞാനിങ്ങനെ തലേദിവസം ആലോചിക്കും ഇന്ന് എന്തായിരിക്കും ഉണ്ടാക്കുക. ഇന്നലെ അതുണ്ടാക്കി, ഇന്ന് ആ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന എന്തായിരിക്കും. അപ്പം ഞാൻ തലേദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇന്ന് ഇത് വയ്ക്കാം. പ്ലാൻ ചെയ്യുമ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കിച്ചണിലിപ്പം ഒരു സെർവൻ്റ് ഉള്ള നമുക്ക് എളുപ്പമായി. അവരോട് നമ്മൾ പറഞ്ഞാൽ മതി, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ കുറച്ച് തക്കാളി അരിഞ്ഞ് വെക്കുക, സവള അരിഞ്ഞ് വെക്കുക, പച്ചമുളക് അരിഞ്ഞ് വെക്കുക, വെളുത്തുള്ളി അരിഞ്ഞ് വെക്കുക. ഇതെല്ലാം ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ വരുമ്പോൾ എനിക്കിതെല്ലാം ചെയ്യാൻ ഈസിയാവും. ചില കുടുംബങ്ങളിൽ നാളെ നിർത്താൻ കഴിവില്ലാത്തൊരു കുടുംബക്കാരാണെങ്കിൽ അവർ തന്നെ വന്ന് എല്ലാം പൊളിച്ച് അവർ തന്നെ ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാൻ. എനിക്കും അധികം പൊളിക്കാനും അധികം സമയമൊന്നും വേണ്ട, ഞാനും ചെയ്യുമല്ല. പക്ഷെ ഒരാൾ അരിഞ്ഞ് നമുക്ക് തന്നാൽ അത്രയോളം നമുക്ക് എളുപ്പമായി പല കാര്യങ്ങളും. അപ്പം ഞാൻ രാവിലെ ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ തന്നെ അത് കിച്ചണിൽ വന്നിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് ഇതത് പെട്ടെന്ന് കറിയാവും. അത് പ്ലാനിങ്ങാണ്, പ്ലാൻ ചെയ്യുന്നതാണ്. പ്ലാൻ ചെയ്യാതെ കറി വെക്കാൻ കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം വിചാരിക്കണം, ഇന്നിപ്പം ഞാൻ വെക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ കറിയാണ്. അപ്പോൾ എന്തൊക്കെ വേണം? ഏറ്റു വരുമ്പോഴേ തക്കാളിയാക്കി ആ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി എല്ലാം ചേർത്ത് വെച്ച് നമ്മളത് കറിയാക്കി. അത് പിള്ളേർക്ക് കൂട്ടുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോയെന്ന് നമ്മൾ അറിയണം.
അറിയാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരു സാധനവും ഇവിടെ കുടുംബത്തിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരിക്കലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. കുടുംബത്തിന് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ടം അതായിരിക്കും ഞാൻ ഉണ്ടാക്കി വെക്കുക. പിന്നെ ഇച്ചിരി എന്തെങ്കിലും കൂടെ വരുന്നത് പച്ചക്കറി പോലുള്ള ഐറ്റം കറി വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പിന്നെ പാവയ്ക്ക എൻ്റെ മക്കൾക്ക് വലിയ പിടുത്തമില്ല. കാരണം പാവയ്ക്ക അധികം ശീലം. എൻ്റെ മോനൊന്നും അങ്ങനെ വലിയ പാവയ്ക്ക പ്രേമിയല്ല. പക്ഷേ എനിക്കവിടെ പാവയ്ക്ക എന്ന് വെച്ചാൽ ജീവനാണ്. പാവയ്ക്ക എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെഴുകുവരട്ടിയോ തീയലോ വറുത്തതോ എങ്ങനെ വെച്ചാലും എനിക്ക് പാവയ്ക്ക ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് പിന്നെ മോനെ സംബന്ധിച്ച് മോന് ഒട്ടും ഇഷ്ടമല്ല ഈ പാവയ്ക്ക സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് നമ്മൾ ഈ കൂട്ടുകറികൾ വെക്കുമ്പോഴാണ് പല പച്ചക്കറി സാധനങ്ങളും ഈ ഇതിനുള്ളിൽ വരുന്നത് കൂടിച്ചേരുന്നത്. അപ്പോൾ ഇതിന് കൂടെ ആകുമ്പോൾ ഇതെല്ലാം നമ്മൾ കഴിച്ചു പോകും. ഇപ്പോൾ മുരിങ്ങക്കോലും തക്കാളിയും ചെമ്മീനും എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ചിട്ട് കോരിയെടുക്കും. നമ്മൾ അറിയാതെ ആ ടേസ്റ്റ് കൊണ്ട് ആ മുരിങ്ങക്കോലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്ത് തക്കാളിയൊക്കെ ഒന്നെങ്കിൽ കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പിഴിഞ്ഞിട്ട് തക്കാളി അതിൻ്റെ സത്ത് ഊറ്റിയെടുത്തിട്ട് ബാക്കി അത് വെച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. ആ ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് ആ ചേരുവ ആ കറിയെ കൂട്ടി ചോറ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. രുചിയായിട്ട് വെച്ചാൽ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. അത് വെക്കേണ്ട പോലെ വെക്കണം, അതാണ് അതിൻ്റെ രസം. ചില ആൾക്കാർ പറയും കൈപുണ്യമുണ്ട്, ചില ആൾക്കാർ പറയും ദൈവാനുഗ്രഹമാണ്. കുക്കിങ് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് കുക്കിങ്. നമുക്ക് കിട്ടുന്ന ഒരു കഴിവും ഒരു ബ്ലെസ്സിങ് എന്ന് തന്നെ വേണം പറയാം. നമ്മൾ കല്യാണം കഴിഞ്ഞ് കുടുംബത്തിൽ വരുമ്പോൾ നമ്മുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നമ്മളെന്താ പെണ്ണുങ്ങൾ ആദ്യം ചെയ്യുക? നന്നായിട്ട് കുക്ക് ചെയ്യാൻ ചേട്ടൻ അത് ഉണ്ടാക്കി കൊടുക്കാം, അല്ല എൻ്റെ കേക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം എന്നായിരിക്കും ലേഡീസൊക്കെ ചിന്തിക്കുന്നത്. ആണുങ്ങളൊക്കെ ചിന്തിക്കത്തില്ല എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുക്കണം, അവർ ചിന്തിക്കാറില്ല. പക്ഷെ ഒരു കാര്യം കേട്ടോ, ആണുങ്ങളൊക്കെ കുടുംബത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതിലൊരാളാണ് എൻ്റെ കുടുംബത്തിലെ ബാവുച്ചേട്ടൻ. ബാവുച്ചേട്ടൻ അസാധ്യമായിട്ട് കുക്ക് ചെയ്യും. ഏത് വേണം? നാടൻ വേണോ, ചൈനീസ് വേണോ, സൂപ്പ് ഏത് വേണം, അച്ചാറുകൾ, അങ്ങനെ നല്ല സൂപ്പർ അച്ചാറുകൾ കുടുംബത്ത് ഞങ്ങൾ ഇടാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. ഫുഡിൻ്റെ ഒരു നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറയാം. കാരണം ഫുഡിൻ്റെ ഒരു നേരം എന്ന് പറയാൻ ഞങ്ങളിവിടെ എല്ലാം ഉണ്ട്. പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഇടപാടുകൾ വളരെ കുറവാണ്. നമുക്ക് വെന്ത് വരുമ്പോഴേ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ തക്കാളിയൊക്കെ അധികം വേഗം സമയം വേണ്ട. മുരിങ്ങക്കോലുണ്ടേ വേഗം. കറി വെക്കാൻ ഏറ്റവും നല്ല പഴുത്ത തക്കാളിയാണ് ഏറ്റവും നല്ല പഴുത്ത ആ ചെമ്മീൻ്റെ ഒക്കെ മണം നന്നായിട്ട് വരുക. ചെമ്മീൻ്റെ ഒരു മണം നന്നായിട്ട് വരിക. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു കറി തന്നെ വെക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഉണക്ക ചെമ്മീൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കറി, ഒരു ചാറ് കറി. ചില ആൾക്കാർ പച്ച ചെമ്മീനിട്ട് ചാറ് വെക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉണക്ക ചെമ്മീൻ പകരം ഇട്ട് വെച്ച് വെച്ചില്ലേ തക്കാളിയും മുരിങ്ങക്കോലും, ചില ചക്കക്കുരു ചേർക്കും. ചക്കയുള്ളപ്പോൾ കുരു കൂടെ ചേർത്തിട്ട് ചാറ് വയ്ക്കും. ചില ഉണക്ക ചെമ്മീനും അത് ഞാൻ വേറെ വെച്ച് തരാം, അതിപ്പോൾ പറയുന്നില്ല. ഇത് നമ്മൾ ഈ ചെമ്മീനിട്ട് നമ്മൾ ഈ ഉണക്ക ചെമ്മീനിട്ടതിന് പകരം നമ്മൾ ഈ പഴുത്ത തക്കാളിക്ക മുരിങ്ങക്കോലിൻ്റെ കൂടെ നല്ല പച്ചച്ചെമ്മീനിട്ട് വെക്കുക. അത് വേറൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റ്, അത് വേറൊരു ടേസ്റ്റ്. മീൻകറി നമുക്ക് പല ടേസ്റ്റ് നമ്മൾ വെക്കത്തില്ലേ? മുളക് അരച്ച് വെക്കും, വറുത്തരച്ച് വെക്കും, പച്ചയ്ക്ക് അരച്ച് വയ്ക്കും, മസാലയിൽ വയ്ക്കും, പല രീതിയിൽ വയ്ക്കും. പല രുചികളാണ് മീൻകറിക്ക് വരുന്നത്. അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ഏത് പച്ചക്കറികൾ നമ്മൾ വെക്കണമെങ്കിലും, തോരനായാലും മെഴുക്കുവരട്ടിയായാലും നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ ടേസ്റ്റ്. ഇത് ചില ആൾക്കാർ ഇതിനകത്ത് ഈ വാഴക്കായ ഇടുന്നവരുണ്ടാവും. ഞാൻ വാഴക്കായ ഇടത്തില്ല. വാഴക്കയിട്ട് വെക്കുന്ന വേറൊരു കറി ഉണക്കമീനുണ്ട്, അത് വെച്ച് വേറൊരു ദിവസം ഞാൻ വെച്ച് കാണിക്കാം. ഇപ്പോൾ ഇത് ഞാൻ വെക്കുന്നത്, ഞാൻ വിചാരിച്ച ഒരു കഴിഞ്ഞ നാളുകളിലെല്ലാം ഞാൻ വെച്ചത് ഒരുപാട് ഇറച്ചിയും മീനും എന്താ പറയുക ഒരുപാട് ഐറ്റങ്ങൾ ഞാൻ വെച്ച്, ചിക്കനും കൊണ്ടൊക്കെ പല വിഭവങ്ങളുണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഒരു പച്ചക്കറി കൊണ്ടായിക്കോട്ടെ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്, നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുകൂടെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തേക്കാം. കാരണം
പിന്നെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടേ നല്ല ചൂടൊക്കെ ഉണ്ട്. തക്കാളി ഇങ്ങനെ വെന്ത് വരുന്നു. ഈ കറി പിന്നെ മറ്റുള്ളവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് എൻ്റെ കണക്കൂട്ടിലൊന്നെങ്കിൽ ചോറ്, അല്ലെങ്കിൽ നല്ല വൈറ്റ് റൈസ് ഇല്ലേ, ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ ഈ കറി വെച്ച ഈ ചോറ് ഈ കറി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ. ചെമ്മീൻ കറി, ചിലർ ഈ ചെമ്മീൻ അല്ലാതെ ഈ ഉണക്കച്ചെമ്മീൻ നമുക്ക് ഞെട്ടും അതിൻ്റെ പാലും എല്ലാം കളഞ്ഞ് വേറെ രീതിയിൽ നമുക്ക് വയ്ക്കാം. അതിനകത്ത് ഈ പറയുന്ന തക്കാളിയോ മുരിങ്ങക്കോലോ ഒന്നും വേണ്ട, അല്ലാതെയും വയ്ക്കാം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ്റെ എത്ര ഐറ്റങ്ങളാണെന്ന് അറിയാമോ കിടക്കും നമുക്ക് ഉണ്ടാക്കാൻ? എത്ര ഐറ്റംസ് ഉണ്ടെന്ന് അറിയാമോ ഉണ്ടാക്കാൻ? ഞാൻ വേറൊരു എപ്പിസോഡിൽ ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ്റെ വേറൊരു വിഭവം ഞാൻ ഉണ്ടാക്കിത്തരാം, കാണിക്കാം. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അന്ന് മനോ ചേച്ചി ഉണക്കച്ചെമ്മീൻ കറി വെച്ചു, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി പൊടിച്ചു, ഉണക്കച്ചെമ്മീനോട് വേറൊരു സാധനം ഉണ്ടാക്കി. അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം എനിക്കതൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ, എനിക്കത് മാത്രം മതി ചോറ് തിന്നാൻ. ചെമ്മീൻ്റെ ഞാൻ പറഞ്ഞില്ല വേറൊരു വിഭവം ഉണ്ടെന്ന്, ഉണക്കച്ചെമ്മീനാണെങ്കിൽ അതുണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി ചോറ് തിന്നാൻ. നല്ല കുത്തിരി ചോറും കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം എനിക്ക് ചോറ് തിന്നാൻ തൃപ്തിയാണ് എനിക്ക്. വേറെ മീനൊന്നും വേണ്ട. പക്ഷേ അത്ര രുചികരമായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഇപ്പം എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ചെമ്മീനും കറി വെച്ച് കഴിഞ്ഞാൽ ഈ ഉണക്കച്ചെമ്മീൻ വലിയ പിടുത്തമില്ല. മോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കുന്ന കാര്യം ഓർത്ത്. അപ്പം ഞാനൊന്ന് ഇളക്കട്ടെ കേട്ടോ. കളിയൊക്കെ പതുക്കെ വെന്ത് വരുന്നുണ്ട്. എന്താ വെന്ത് വരുന്നുണ്ട് തക്കാളിയൊക്കെ. എൻ്റെ മോന് ഇഷ്ടമല്ല ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ കറി വെക്കുന്നത്. എൻ്റെ മോന് ചെമ്മീൻ ഇഷ്ടമാണ്, അത് വേറെ രീതിയിൽ വയ്ക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന താല്പര്യമില്ല. പിന്നെ പെമ്പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, അവരെല്ലാം കഴിച്ചോളും. എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണ്. ഞാൻ പിന്നെ എന്നെ തിരിച്ചടിക്കാത്തവരെയൊക്കെ ഞാനും കഴിക്കുമല്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. ഏകദേശമൊക്കെ വെന്തു നമ്മൾ ഇതിനകത്തോട്ട് ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ലല്ലേ എന്തൊക്കെയാണ് ഇതിനകത്തുനിന്നുള്ളത്. അത് വേറൊന്നുമില്ല. ഇതിനകത്തുള്ളത് തേങ്ങ, മഞ്ഞൾ, ചുവന്ന മുളക്, ലേശം നല്ല ജീരകം. അതായത് നമ്മൾ ഈ തക്കാളിയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ജീരകം ചേർക്കാറുണ്ട്, അതുകൊണ്ട് ലേശം നല്ല ജീരകം. ഒഴിച്ച് ലേശം ഉപ്പും കൂടി ചേർക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് നമ്മൾ ചേർത്ത് ലേശം ഉപ്പൂടെ ചേർത്ത് ഞാൻ നേരത്തെ നമ്മൾ ഈ ഗ്രേവിക്കല്ല ഉപ്പില്ലായിരുന്നു, അതുകൊണ്ട് അതിന് ഉപ്പൂടെ ചേർത്തേ. ഞാൻ പിന്നെ എന്ത് ചെയ്താലും ടേസ്റ്റ് ചെയ്ത് നോക്കും. ഉപ്പ് വേണമെന്ന് സംശയം നോക്കിക്കോട്ടെ. ലേശം കൂടെ വേണം, എനിക്ക് ഇച്ചിരി വേണം. ഇടാ ചാറ് വേണ്ടവർക്ക് ഇനിയും കുറച്ച് ചാറാക്കാം കേട്ടോ. ഞാൻ പിന്നെ അധികം ചാറാക്കിയില്ല. നമുക്ക് അധികം അളങ്ങങ്ങളൊന്നുമില്ലല്ലോ അധികം ചാറാക്കാനായിട്ട്. ആളം കൂടുതലൊക്കെ ഉള്ളിടത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി ചാറാക്കി എടുക്കാം. ആ ചെമ്മീൻ്റെയും ആ മുരിങ്ങക്കോലിൻ്റെയും തക്കാളിയുടെയും ഒക്കെ വേറിട്ട രുചി.
തണുപ്പ് വന്നു. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കടുക് വറക്കണം. ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, താളിച്ച് വെക്കുന്നതല്ല. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കണമെന്നില്ല. എല്ലാവരും വീട്ടിൽ വെച്ച് നോക്കണം കേട്ടോ. എന്നെ കാണുമ്പം പറയണം ഉണക്ക ചെമ്മീനും തക്കാളിയും മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് എന്നാ ചെമ്മീൻ കറി വെച്ചു എന്നൊക്കെ പറയില്ലേ കാണുമ്പോൾ, പറയണം കേട്ടോ. ദേ കുക്കിങ് അറിയാൻ മേലാത്തവർക്ക് കേട്ടോ ഞാൻ പറയുന്നത്. അറിയാവുന്നവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടാകുമെങ്കിൽ നമ്മൾ സദയം ക്ഷമിക്കുക. പക്ഷേ തെറ്റുകുറ്റം ഉണ്ടാകില്ല, എല്ലാവരും വെക്കുന്നില്ല, ഞാൻ വെക്കുന്നത് ഉണ്ടാകാൻ സാധ്യതയില്ല. കടുകൊക്കെ ഇട്ട് പൊട്ടി, ലേശം ഉള്ളി ഇട്ടു, കറിവേപ്പില, കടുക് പൊട്ടിക്കുക. എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് നോക്കുക. പിള്ളേരുകളൊക്കെ പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന പെൺപിള്ളേരുകളൊക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ വെച്ച് പഠിക്കുക കേട്ടാ. ചുമ്മാ ഇരിക്കുമ്പോൾ ഇതൊക്കെ വെച്ച് നോക്കണം. ഇന്ന് പൊന്നമ്മ ചേച്ചി ഇന്ന് ഞങ്ങൾ യൂട്യൂബിലൊരു സംഭവം കണ്ടല്ലോ, അതൊന്ന് വെച്ച് നോക്കണമല്ലോ. കൊള്ളാമല്ലോ അത് കണ്ടിട്ട്. ചിലർക്ക് ഇഷ്ടമുള്ള കറിയായിരിക്കും ഇത് ഒരുപാട്. ചില പറയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറിയാണ്. ഞാൻ ഏതൊരു എപ്പിസോഡിനകത്ത് ഒരു കറി വെച്ചപ്പോൾ ഒരു പ്രേക്ഷകനെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറിയാണ് പൊന്നമ്മ ചേച്ചി വെച്ച് എന്ന് പറഞ്ഞ് എന്നെ കണ്ടപ്പോൾ. മീനാണെന്ന് എനിക്ക് തോന്നുന്നത്, മീൻകറിയാണ്. പിന്നെ 2 ഉണക്കമുളക് വേണമെങ്കിൽ കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇട്ടില്ലത് മാത്രം, ഉണക്കമുളക് ഓൾറെഡി ചേർത്തോണ്ടേ ഞാൻ ഇട്ടില്ല. ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അതിൻ്റെ മേളിൽ കിടക്കുന്ന കാണുമ്പോൾ. ഈ തക്കാളി കൊണ്ട് തന്നെ എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാം. തക്കാളി തന്നെ വെക്കാം, തക്കാളി മെഴുക്കുവരട്ടി വെക്കാം. തക്കാളി സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെജിറ്റേറിയൻ നോണിലും വെജിലും ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു പച്ചക്കറിയാണ് തക്കാളി. എന്തിനും ഒരു തക്കാളി പയം ഉണ്ടെങ്കിൽ തക്കാളിയുടെ പ്രത്യേക ടേസ്റ്റാണ്. മീൻ കറി വെക്കാനാണെങ്കിലും ഇറച്ചി വെക്കാനാണ് തക്കാളി ഒരു വിഭാജ്യ ഘടകമായി മാറിയിരിക്കുക. ഉണ്ടോ ഉള്ളിയൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ചോറൊക്കെ കുറച്ച് മാറിയിരുന്നാൽ ഞാൻ ഇപ്പോൾ ഈ ചെമ്മീൻ കറി വെച്ച് ഇങ്ങനെ ചോറ് തന്നെ ആയിരിക്കുന്നത്. ഇത് ഓഫായി, ഇത് ഞാൻ ഓഫാക്കുക. അതെ എന്താ ഈ കറി വറുത്ത് വെച്ചു. ഇത് നമ്മളതൊന്ന് മൊത്തം ഒന്ന് ഇളക്കും. ഞാൻ സാധാരണ കറി ഇളക്കി വെച്ചിട്ട് ആരും ഇളക്കില്ല, അങ്ങനെ തന്നെ ഇടും. പക്ഷേ ഇളക്കുമ്പോൾ എല്ലായിടത്തും ആ ഇളക്കിയെടുത്ത് ആ കടുക് വറുത്തതിൻ്റെയൊക്കെ അങ്ങോട്ട് ചെല്ലും. എന്താ നന്നായിട്ട് ഇളക്കി വലിപ്പിച്ച് എന്നാലും മേലെ കടുക് നിൽക്കും. എന്നിട്ട് വേണം നോക്കാൻ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് നോക്കണം. ഞാൻ ഇതെങ്ങനെ വെച്ചതെന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. അതിനെ ചട്ടി എടുത്തു, തക്കാളി, മുരിങ്ങക്കോല്, ഉണക്കച്ചെമ്മീൻ, വെള്ളം ഒഴിച്ചു. എല്ലാം ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, അടുപ്പിൽ വെച്ചു. നന്നായിട്ട് വെന്തു. എന്നതിന് ശേഷം എന്താ ചെയ്തേ, തേങ്ങ, നല്ല ജീരകം, ഉണക്കമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അരച്ച നല്ല ഒരു ഗ്രേവി അതങ്ങ് ചേർത്ത് അവനെ അങ്ങോട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൂടി ചേർത്ത് ഇളക്കി. അപ്പം നമുക്ക് പച്ച ചുവ വരും. പച്ചക്കല്ല അരച്ചിരിക്കുന്നത്, മുളകൊന്നും വറുത്തിട്ടൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ അടുത്ത ചട്ടി അടുപ്പിൽ വെച്ചിട്ട്
നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില, ചുവന്നുള്ളി ഒക്കെ ഇട്ട് നല്ല മൂപ്പിച്ച് അവനങ്ങോട്ട് തട്ടി. എന്നിട്ട് അവനെ ഇളക്കി ചേർത്ത്, ഉപ്പ് പോരെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് ചെയ്യാം. ഇനി പുളി വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ, ഞാൻ തക്കാളി ഉള്ളതുകൊണ്ടാണ് മാങ്ങ ചേർക്കാതിരുന്നത്. മാങ്ങ ചേർത്തും വയ്ക്കുന്നവരുണ്ട് കേട്ടോ, ഉണക്കച്ചെമ്മീൻ വയ്ക്കുന്നവരുണ്ട്. പല രീതിയിൽ വെക്കാം ഉണക്കച്ചെമ്മീൻ. മാങ്ങ ഇട്ടും വയ്ക്കാം, തക്കാളി ഇട്ട് വയ്ക്കാം. ഈ പുളി ആവശ്യം ഇനി വേണ്ടതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വെച്ചിട്ട് പുളി കുറവാണല്ലോ, ചില ആൾക്കാർക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എനിക്കിച്ചിരി പുളി വേണം, എല്ലാം അത്യാവശ്യമേ ആകാവുള്ളൂ. കൂടുതലായി എനിക്കിഷ്ടമല്ല. ഞാൻ അത്യാവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്, പുളിയായാലും ഉപ്പായാലും. ഒന്ന് നല്ലൊരു കറിക്ക് ഉപ്പ് കയറി തന്നാൽ കൊള്ളാമോ? നല്ലൊരു കറി വെച്ചിട്ട് പുളി കയറി തന്നിട്ട് കൊള്ളാമോ? പുളി കയറി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഉപ്പ് ചേർക്കും. അതിനകത്ത് ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് എന്താവും? ഉപ്പും കൂടുതൽ, പുളിയും കൂടുതൽ. അപ്പോൾ എല്ലാം നമ്മൾ മിതമായിട്ട് രീതിയിൽ വെച്ചാൽ ഏത് കറിയും നമുക്ക് കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ഈ കുക്കിങ് അറിയാൻ മേലാത്ത പിള്ളേർക്ക് വേണ്ടി പറയുക, നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പോൾ എരിവോ പുളിയോ ഉപ്പൊക്കെ കുറഞ്ഞോട്ടെ, കുറേ നമുക്ക് ചേർക്കാം. കൂടിപ്പോയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വീണ്ടും ചേർത്ത് കുളമാവും ലാസ്റ്റ്. അപ്പോൾ ആ ഫസ്റ്റിൽ തന്നെ അറിയാൻ മേലാതെ അത് കുറേ ഉപ്പിട്ടു, കുറേ പുളി അല്ല, എല്ലാം കുറേശ്ശെ ചേർക്കുക. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടല്ലോ, ലേശം പുളി കുറവുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്താൽ ആ ടേസ്റ്റ് നമുക്ക് കറിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നെ കാണുമ്പോൾ പറയണം കേട്ടോ. ഉണക്കച്ചെമ്മീൻ എല്ലാവരും വെക്കുക. ഉണക്കച്ചെമ്മീൻ്റെ വേറൊരു വകഭേദമായിട്ട് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.